ഷഫീഖ് ക്യാമറ ബാഗ് ഡ്രോൺ ഇറങ്ങുന്ന രീതി കേറുന്ന പോലെ ഉണ്ട്. ഇത് എന്നാല് ഷഫീഖ് പറയുന്ന പ്രൊഫഷണൽ ട്രക്കേഴ്സ് അങ്ങനെയാണ് ചെയ്യാന്ന്. ഹായ്, വാക്ക് വിത്ത് അജ്മലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വയനാട്ടിലാണ്. വയനാട് എടക്കൽ ഹെർമിറ്റേജ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണുള്ളത്. ഞാൻ ഇന്നലെ രാത്രി താമസിച്ച കോട്ടേജാണ് കേട്ടോ ഈ ബാക്കിൽ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 6 മണി ആയതേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു ട്രക്കിംഗ് ഉണ്ട്. ട്രക്കിങ്ങിന് വേണ്ടി ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. എൻ്റെ ബാക്കിൽ കണ്ടില്ലേ, ഇന്നലെ നമ്മൾ കോട്ടേജിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മൾ താമസിച്ച കോട്ടേജ് കാണാം എൻ്റെ ബാക്കിൽ. ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണത്. അപ്പോൾ എന്തായാലും പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാം ട്രക്കിങ് വീഡിയോ കഴിഞ്ഞതിന് ശേഷം. എൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സാലിഫ് എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് കോളേജിലുണ്ടായിരുന്നു. ഷഫീഖ് എണീറ്റത്. ഷഫീഖ് മേലെ ഒരു വേറെ കോട്ടേജിലായിരുന്നു കേട്ടോ, ഫാമിലി ആയിട്ട്. ഹണിമൂൺ കോട്ടേജ് എടക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാം. ഇതിൻ്റെ ഈ വഴികളൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഭയങ്കര നാച്ചുറലി ഈ ഒരു കോട്ടേജൊക്കെ ഉണ്ടല്ലേ. കോട്ടേജിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്, അടുത്ത വീഡിയോയിൽ കാണിക്കാം. വാ, നമ്മുടെ പ്രോപ്പർട്ടിയുടെ ആ ഒരു എൻട്രി ഇതാണ്, പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടുന്ന് മുകളിലോട്ട് ഈ പോകുന്ന വഴിയുണ്ടല്ലോ, ഇത് നമ്മൾ എടക്കൽ കേവ്സിക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങളെന്തായാലും ഇന്ന് ട്രക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. ഇത് എടക്കൽ ഹെർമിറ്റേജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ അടുത്തൊരു വില്ല കൺസെപ്റ്റ്, അതായത് 4 കോട്ടേഴ്സാണ് ഇതിലുള്ളത്. കണ്ടില്ലേ, ഇത് കയറി വരുന്ന എൻട്രൻസിൻ്റെ അവിടെ തന്നെയാണ്. നമ്മൾ നേരത്തെ വാഹനം പാർക്ക് ചെയ്ത അതിൻ്റെ താഴെയാണ്. ഇത് എടക്കൽ കേവ്സിക്കുള്ള വഴി കേട്ടോ. അപ്പോൾ എന്തായാലും ട്രക്കിങ്ങിന് പോകാൻ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് പോകാനുള്ള ജീപ്പ്. പേര് ഇതൊക്കെ കണ്ടില്ലേ, ആ ഒരു പഴയ സെറ്റപ്പ്. നമുക്ക് നമ്മൾ എടക്കൽ കേവ്സിക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഒരു വിഷ്ണുവിന്റെ ഒരു ക്ഷേത്രമാണ് വന്നിട്ടുണ്ട്. അത് പാർത്ഥസാരഥി അടുത്തുണ്ടാക്കിയതാ. ഓക്കെ, ഞാൻ റെമിനിസൻസ് കാണിച്ചു തരാം. ഇവിടുത്തെ ആൾക്ക് എന്റെ പേര് സോറി അജ്മൽ. ഈ അടുത്ത സ്ഥലത്തുള്ള കല്ലൊന്നല്ല, പ്രത്യേക കല്ല്. അത് ഒന്നെങ്കിൽ അത് ഉണ്ടാക്കിയ ഒരു സാധനം ഇഷ്ടിക പോലെ, അതല്ലെങ്കിൽ എവിടുന്നോ കൊടുന്ന സാധനം. ഞാൻ കാണിച്ചു തരാം. അവിടെ നേരെ കുറച്ച് താഴത്തേക്ക് കാണാം. ഫൈനലി നമ്മളിവിടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം ഏകദേശം ഒരു 1.5 മണിക്കൂർ നമുക്ക് പ്രോപ്പർട്ടിയിൽ നിന്ന് ട്രക്ക് ചെയ്ത് പോരാനുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ സൺറൈസ് മിസ്സാവുമോ എന്ന് കരുതി നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഇവിടെ മുകളിൽ എത്തിയിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ മുകളിലോട്ടുള്ള വഴിയിലാട്ടോ, നിറയെ ആളുകളുണ്ട് കേട്ടോ ഇവിടെ, നമ്മൾ കരുതിയ പോലെയല്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ മുകളിലോട്ട് നടന്നു. വിനോദ്ജി ഉണ്ട്, നേരത്തെ നിങ്ങൾ കാണിച്ചു തന്നില്ലേ, പരിചയപ്പെട്ടില്ലേ. വിനോദ്ജിയാണ് നമുക്ക് ഈ ഒരു സ്ഥലം പറഞ്ഞു തന്നപ്പോൾ പുള്ളിയുടെ കൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്ക് സൺറൈസ് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റായി, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇറങ്ങി എത്തുന്ന സമയമുണ്ടല്ലോ. എന്തായാലും അവിടെ വരെ നമ്മളിപ്പോൾ നേരത്തെ വണ്ടി നിർത്തിയില്ല, അവിടെ വരെയാണ് പാർക്കിങ്ങും കാര്യങ്ങളും ഉള്ളത്. പിന്നെ നടന്ന് പോകണം. ഇതാണ് കേട്ടോ ക്ഷേത്രം. ഇതിന് പേരെന്താ? പൊന്മുടിക്കോട്ട ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. ആക്ച്വലി ഇത് ജിപ്സിയിലെ എല്ലാം ഉണ്ടല്ലേ. ഇതിനകത്ത് മുകളിലേക്ക് പോകില്ലല്ലോ. എന്താണ് മുകളിലത്തെ കാഴ്ച അറിയില്ല. കുഞ്ഞാറ്റ എന്തൊക്കെ പേരെന്താ ശരിക്ക്? ശിവ നമ്മളെ കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ കാഴ്ചയൊക്കെ കാണിച്ചു തരാനും പറഞ്ഞു തരാനൊക്കെ ആയിട്ട്. പിന്നെ വിനോദ്ജി ഉണ്ട്, പുള്ളി വരുന്നേ ഉള്ളൂ. വാവ്,
വാ സൂപ്പർ. ഇവിടെയാ? ഓക്കെ. സംഭവം ഈ മാസ്ക് ഇട്ടിട്ട് ഇതിൻ്റെ ഫീൽ ഇട്ടില്ല അല്ലേ? അതെ, ഭയങ്കരമായിട്ട്. പക്ഷോ എന്ത് രസമല്ലേ ബാക്കിൽ ഈ പൂക്കളുണ്ടായിട്ട്. ഇതുണ്ടല്ലോ ഈ വഴികളൊക്കെ, കുഞ്ഞാറ്റ് പോകുന്ന ആ സൈഡിലൊക്കെ ആയിട്ട് ആ പൂക്കളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ട്. അതെ, നമ്മൾ സമയം കുറച്ച് ലേറ്റായി. എന്തായാലും പോയി നോക്കാം മുകളിലെ കാഴ്ചകൾ എന്താണെന്നുള്ളത്. എന്തായാലും അത്യാവശ്യം ആളുകളുള്ള സ്ഥലമാണ് കേട്ടോ. കാപ്പിത്തോട്ടത്തിലൂടെ. എന്താ സംഭവം? ഓ ഓക്കെ. ഇതുണ്ടല്ലോ പാറേനെ കവർ ചെയ്തിട്ട് മരം നിൽക്കുന്നുണ്ടോ എൻ്റെ ബാക്കിൽ? വാ, ഓ ക്ഷണിച്ചു. കിടക്കുന്നു ഓടുകയായിരുന്നു. വാ, സൂര്യനൊക്കെ അത്യാവശ്യം മുകളിലെത്തിയിട്ടുണ്ട്. വാ സൂപ്പർ. ഓ കിതച്ചു. ഇറങ്ങിയോ? കുറഞ്ഞ് ലൈറ്റായില്ലേ? ഇത് പിടിക്കേണ്ടി വരും. ഫയലിൽ നമ്മൾ മുകളിലെത്തിട്ടോ. ഇവിടെ ടെൻറ്റും ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പർ. സൂപ്പർ വ്യൂ കേട്ടോ. മഞ്ഞൊക്കെ ഏകദേശം പോയി തുടങ്ങിക്കണു. മേലെ കയറിയാവുന്നില്ല? പോയി നോക്കണം. വാ, ഇവിടെ പ്രൈവറ്റായിട്ട് ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷഫീഖേ, ഇനി മുകളിലേക്ക്. ഇവിടെ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടീംസ് ഉണ്ട്. കണ്ടോ, ടെൻ്റൊക്കെ അടിച്ചിട്ട് രാവിലേക്ക് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും. ഇനി മുകൾക്ക് പോകണമെന്നാണ് പറഞ്ഞത്. കണ്ടില്ലേ, അത്രയും ട്രക്ക് ചെയ്ത് പോകാനുള്ള സ്ഥലമാണ്. നല്ലൊരു കയറ്റം കയറാണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഇപ്പം തന്നെ ഒരു വിധമായിട്ടുണ്ട്. ഓടി കയറിയോണ്ട് തന്നെ ഞാൻ കണ്ണട അയച്ചോ, വേറെ ഒന്നും ഉണ്ടല്ല. ഈ മാസ്കും കണ്ണട കൂടി ഒരുമിച്ച് പോല. ദൈവമേ, നീ പറഞ്ഞ മോഡല്ലോ. വാ സൂപ്പർ. ഒന്ന് കയറിക്കോ, എന്നിട്ട് ഇത് പിടിച്ചാൽ മതി കേട്ടോ. ഓ ഒരു രക്ഷയില്ല. കോട കയറുന്നുണ്ട് കേട്ടോ. വാ, സൂപ്പർ സ്ഥലം, രക്ഷയില്ല. അപ്പോൾ വയനാട്ടിലുണ്ട് പൊന്മുടി. ഒരു രക്ഷയില്ല. ഇതിനെ മോള് വന്നാൽ ഇവിടെ വേക്കിലൊക്കെ കോട വന്നു കേട്ടോ. ഈ കാണുന്ന ആ ദൂരെ കാണുന്ന സ്ഥലമല്ലേ എടക്കൽ കേവ്സിൻ്റെ ഏറ്റവും മുകളിലാട്ടോ. നമ്മളിപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ഫീൽ കേട്ടോ. ഇവിടെ നിറയെ ആളുകളുണ്ട്, സഞ്ചാരികളായിട്ടുള്ളത്. ഷഫീഖിൻ്റെ മാവിക് മിനി എത്തിയിട്ടുണ്ട്. ഇതൊന്ന് പറത്തി നോക്കണം. സോ പറത്തി നോക്കല്ലേ? പണി കിട്ടുമൊന്നുമില്ലല്ലോ കാറ്റിൻ്റെത്. അപ്പോൾ പറത്തിട്ടോ. നമ്മളെ മാവിക് മിനി ഇതാ വരുന്നുട്ടാ. അവിടെ അത്ര ഹൈറ്റ് ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നുട്ടാ. കോട അങ്ങനെ പോയപ്പോൾ സംഭവം ഒരു രക്ഷയില്ല. നമ്മളിവിടെ എത്തിയ സമയത്ത് നമ്മൾ നാട്ടുകാരായിട്ടുള്ള കുറച്ച് ആൾക്കാരെ കൂടി കണ്ടിട്ട് തിരൂരങ്ങാടിയൊക്കെയുള്ള പയ്യന്മാരാ. എന്താ പേരടാ? നിഹാദ്, പിന്നെ എല്ലാവരും എല്ലാം നാട്ടുകാരാണല്ലേ. നിങ്ങളെപ്പോഴാണ്
ഇന്നലെ വന്നാ എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്റ്റേ? ടെൻ്റ് അടിച്ചില്ല, സൂപ്പറായിരുന്നു സ്റ്റേ. സംഭവം ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ താഴ്ന്ന് വന്ന സമയത്ത് ടെൻ്റ് അടിച്ചിട്ടുള്ള സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം പരീക്ഷയാണ് വരും, ഇവിടെ സ്റ്റേ ചെയ്ത ടീമാണ്. എന്തായാലും അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. എക്സാം ഉഷാറാക്കാൻ വേണ്ടി വന്നതാണ്. എന്തായാലും സംഭവം കിട്ടുന്ന സ്ഥലമാണ്. ഒരു പൊന്മുടി എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് മാത്രമല്ല പൊന്മുടി, വയനാട്ടിലും പൊന്മുടി ഉണ്ട്. എന്തായാലും ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളൂടെ നമുക്ക് കാണാം. മാവിക് മിനി ബാക്കിൽ റെഡ് ഇതാ പറന്ന് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? വാവ്, കയറിയിട്ടേ ഏകദേശം ഒരു 1 hourന് മുകളിലായിട്ടുണ്ട്. സംഭവം ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് ഈ ഒരു വയനാട്ടിലെ പൊന്മുടി. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഡ്രോണ് പറത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഷഫീഖ് എല്ലാവരും ഉണ്ട് ഇവിടെ. സംഭവം ആളുകളൊക്കെ ഇപ്പോൾ ഏകദേശം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 9 മണി കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഇപ്പോഴും കോട പോയിട്ടില്ല, അത് കണ്ടില്ലേ, നല്ല മഞ്ഞുണ്ട് ബാക്കിലൊക്കെ. ഞങ്ങൾ ഇവിടുന്ന് മല ഇറങ്ങട്ടെ, കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമ്മുടെ റിസോർട്ടിലെത്തിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടെൻ്റ് സ്റ്റേ ഒക്കെ നേരത്തെ കാണിച്ചില്ല, വന്ന സമയത്ത് ബാക്കിൽ കാണാം. ഓക്കെ, സംഭവം ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. മോനെ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ, ഇത് നോക്ക്. ഇതിപ്പോൾ സമയം 9 മണി കഴിഞ്ഞു എന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പോഴും കോടമഞ്ഞ് ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുക. വാവ്, സൂപ്പർ മോനെ. ഷഫീഖ് എങ്ങനെ ഉണ്ടടാ? പൊളിച്ചില്ലേ? ക്രൗഡ് ഉണ്ടല്ലേ കുറച്ച്? അതെ, വീക്കെൻഡ് ആയതുകൊണ്ടാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ. അതെ, പയ്യന്മാരാണ് കൂടുതലും ഇവിടെ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഷഫീഖ്. സംഭവം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, കാരണം നമുക്ക് അധികം ഹാർഡല്ല, ഹാർഡാണ് പോലും. ഒരു അമേച്ചർ കുഴപ്പമില്ല സംഭവം. ഭയങ്കര ഇപ്പോഴും കണ്ടില്ലോ, ഇത് കോട മഞ്ഞ് കണ്ടില്ലേ? ഫാമിലിക്കൊക്കെ വരാൻ പറ്റുന്നതുമാണ്. എന്തല്ലേ ഇതിപ്പോൾ എങ്ങനെ ഇറങ്ങുക? ഇങ്ങോട്ട് നോക്കിക്കേ, ഇതൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. സാലിഫ് കൈ ഇറങ്ങുന്ന ആ ഒരു ഇത് കണ്ടില്ലേ? സിമ്പിളായിട്ട്. ഓ സൂപ്പർ. ഇനിയിപ്പോൾ ഈ ഒരു പാറ കൂടെ താഴേക്ക് ഇറങ്ങണം, നല്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം കേട്ടോ. താഴേക്ക് പിടിച്ചെന്നെ ഇറങ്ങേണ്ടി വരും, ഇത് ഒരു രക്ഷയില്ല. നീ എന്നെ തള്ളിയിടല്ലേ ദൈവമേ. സൂപ്പർ. സോ നിങ്ങൾക്കിപ്പോൾ കാണാം അജ്മൽ എത്ര റിസ്ക് എടുത്തിട്ടാണ് ഇറങ്ങി വരുന്നത്. ഇത് വീഡിയോയിൽ വരുമോ എന്ന് എനിക്കറിയില്ല. അജ്മൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി സ്വന്തം ലൈഫ് റിസ്ക് എടുത്തിട്ടാണ് ചെയ്യണത്. ഇത്രയും സ്റ്റീപ്പായിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് അജ്മൽ ഇറങ്ങി വരുന്നത്. ഷഫീഖ് ആണെങ്കിൽ ഡ്രോണും ക്യാമും ഒക്കെ കയ്യിൽ വെച്ചിട്ട് 4 കാലിലിങ്ങനെ നടക്കാന്നുള്ള എക്സ്പീരിയൻസ് എടുത്തോണ്ടിരിക്കുകയാണ്. കുഞ്ഞാറ്റ അവർക്കുള്ള ഷോർട്ട് കട്ട്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അജ്മൽ ഫൈനലി ഏറ്റവും ബോട്ടത്തിലേക്ക് ഒരു സേഫ് പോയിന്റിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഷഫീഖ് ക്യാമറ ബാഗ്, ഡ്രോൺ ഇറങ്ങുന്ന രീതി കേറുന്ന പോലെ ഉണ്ട്. ഇത് എന്നാല് ഷഫീഖ് പറയണ പ്രൊഫഷണൽ ട്രക്കേഴ്സ് അങ്ങനെയാണ് ചെയ്യാന്നാണ്. ഷഫീഖെ ധൈര്യമായിട്ട് ഇറങ്ങടാ. എന്ത് പ്രശ്നം വെച്ചാൽ പ്രൊഫഷണൽ ട്രക്കറല്ലേ? വാ, എത്തി. എവിടെ എത്തണം? ഇനി താഴേക്ക് ഉണ്ട്, ഇപ്പുറത്തൂടെ. കാര്യം എന്നോട് അങ്ങനെ പറഞ്ഞു കേട്ടോ. ഇത് കുറച്ച് നമ്മുടെ ഈ ഭാഗം. ഏത് ഈ ഭാഗം ഏത് കാണുന്ന സുൽത്താൻ ബത്തേരി? ഓക്കെ, അവിടെ അല്ലേ? ഓക്കെ, അത് ബത്തേരി. ഈ സൈഡ് ഏതാ? ഈ ഒരു വയലും കാര്യങ്ങളൊക്കെ കാണുന്നത്? ഇത് മലവേൽ ഭാഗം. ഓക്കെ, സംഭവം ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് കേട്ടോ. അപ്പോൾ
നേരത്തെ അവിടുന്ന് വന്നത്, ആ മുകളിൽ നിന്ന് നമ്മൾ ആ ഡ്രോണൊക്കെ പറത്തിയ സ്ഥലം. അതിൻ്റെ വയനാടിൻ്റെ ഏകദേശം ഒരു ഏരിയൽ വ്യൂ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ബത്തേരിയൊക്കെയാണ് നമ്മൾ ആ ദൂരെ കാണുന്നത് കേട്ടോ. സുൽത്താൻ ബത്തേരിയൊക്കെയാണ് കാണുന്നത്. ആ ഒരു പള്ളി കാണുന്നത്. താഴെ എത്തിയിട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത്. ഇതാണ് ശിവ, നമ്മുടെ കുഞ്ഞാറ്റ, നമ്മുടെ കൂടെ വന്നിരുന്ന എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാത്തിനും ഉണ്ടായിരുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ എടക്കൽ ഹെർമിറ്റേജിൽ താമസിച്ച് നമ്മളിതിൻ്റെ മുകളിൽ വന്ന് ട്രക്ക് ചെയ്ത് രാവിലെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ എന്തായാലും ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം താഴെ എത്തിയതിന് ശേഷം. വിനോജി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എന്തോന്ന് കാണിക്കാനുണ്ട്. ഇതെന്താ സംഭവം വിനോജി? ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ അത് ആരാന്നുള്ളത് ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്കൊന്നും അറിയില്ല. ഓക്കെ. ഇതിന്റെ ചുറ്റുവട്ടായിട്ട് അതിന്റെ അവശിഷ്ടങ്ങളും വലിയൊന്നും ഇല്ല. ഓക്കെ. പ്രതിഷ്ഠ കാര്യങ്ങൾ എന്തേലും? അത് അടിച്ചു പൊളിച്ചു. ആഹാ. പറയോട്ട കാലത്ത്. ആ ഓക്കെ. അപ്പൊ അത് എന്തോ പ്രശ്നം വെച്ച് കണ്ടിട്ട് ആ അതിന്റെ കഷ്ണത്തിന്റെ ആ ലിംഗം ഇവര് എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ. ഇത് ഷെഡ് പോലെ കെട്ടിയിട്ടുള്ളതല്ലേ? ഇതിന്റെ ആക്ച്വൽ കോംപ്ലക്സ് ഇത് ഫുള്ളുണ്ട്. ഓക്കെ. അത് കറക്കല്ല് കാണാൻ. ആ ഇതില്ലേ ഈ ഒരു സംഭവം. ഈ കല്ല ഞാൻ പറഞ്ഞത് അജ്മലെ. ആ അതൊന്ന് പൊക്കി വെക്കുമോ? അത് പൊക്കി വെക്കേ. ഇത് വെള്ളം നോക്കാൻ പറ്റും അല്ലേ? ആടോ ഫ്ലൈ ആഷ് പോലത്തെ. അതിന് ഏറ്റവും വലിയ വിറ്റ് എന്താ വെച്ചാല് സ്റ്റോണാണോ ഇനി ഇഷ്ടിക പോലെ ഉണ്ടാക്കിയാണോ അറിയില്ല. ഇതിലെന്താ ഇത് കണ്ടോ? അയ്യോ അതൊരു സോഫ്റ്റ് അത്. കൊള്ളാലോ. വാ, ചുണ്ണാമ്പൊക്കെ എന്തോ ഉണ്ടാക്കിയതോ. പക്ഷെ ഇവിടുത്തെ അല്ല. ഇത് ശരിക്കും കാണുന്നത് കുറേ കൂടി പഴയ ആന്ധ്രാപ്രദേശ് കർണാടക ഭാഗത്തുള്ള അവിടുത്തെ ആ ഒരു ടെമ്പിൾസിലൊക്കെ ഇതുണ്ട്. ഓക്കെ. ഇത് ഫുൾ അതിന്റെ കോംപ്ലക്സാണ്. ഇവർ കുറെ തോന്നി വെക്കും, ഇതിനെ ഒഴിവാക്കിയിട്ടില്ല. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ എന്താ ഉള്ളത്? അത് ശിവലിംഗം മാത്രം. ശിവലിംഗം ഉണ്ടല്ലേ? ഇതിനകത്ത് കുഴിച്ചെടുത്തതാ. ഓക്കെ. പഴയ ഒരു ടെമ്പിൾ തന്നെയാണിത് അല്ലേ? ഈ ഒരു കോംപ്ലക്സിൽ വലിപ്പം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കുറെ ഈ കല്ലുണ്ട്, പിന്നെ ആ ഭാഗത്തേക്ക് കുറെ ചെങ്കല്ലുണ്ട്, അവിടെ കുറെ കരിങ്കല്ലുണ്ട്. ഓക്കെ. ഇതിപ്പോ അമ്പലത്തിന്റെ ഭൂമിയാണ് ഇതൊക്കെ? ആയിരുന്നു. ഇപ്പൊ ഇത് ഇങ്ങനത്തെ കിടക്കുകയാണ്. ഇങ്ങനത്തെ ആരും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ആ ആൾക്കാരെന്നെ ശിവേട്ടന്റെ ആൾക്കാരും വിഷ്ണുവിന്റെ ആൾക്കാരും തമ്മിലുള്ള. ഓക്കെ. അതിൻ്റെ ഓക്കെ. ശിവലിംഗാണല്ലേ ഷഫീഖ? പ്രതിഷ്ഠ. എന്തായാലും ഒരു പഴയൊരു ക്ഷേത്രം കേട്ടോ. ഇതുണ്ടല്ലോ ഇപ്പോൾ ഷീറ്റ് കെട്ടി മറച്ചിട്ടുള്ളത്. ഈ ഒരു കല്ലിൻ്റെ ബാക്കിയാണ് നേരത്തെ കാണിച്ചില്ലേ നമ്മൾ. ഇതൊരു പഴയ എന്തോ ഇത് ഇവിടെ ഒന്നും കാണാത്തൊരു ഐറ്റാണെന്നാണ് പറഞ്ഞത്. ഓക്കെ. ഇത് എങ്ങനെ സംഭവം? WTO. ഓക്കെ. അതിന്റെ പ്രളയം ഉണ്ടായല്ലോ. അത് കഴിഞ്ഞിട്ട് ഗസ്റ്റ് ഒന്നും വരാണ്ടായപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് ചെറിയൊരു മാർക്കറ്റിംഗ് പർപ്പസിൽ. ഓക്കെ. സംഭവം എന്തായാലും വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് തന്നെയാണ്. കാരണം അത് ബാംഗ്ലൂർ പ്രത്യേകിച്ച് IT ഫീൽഡിലുള്ള എല്ലാവരും വരുന്നവർ. കാരണം വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നീ വയനാട്, കൂർഗ്. അതെ. നമുക്ക് ഒരു പ്ലാന്റേഷൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഇതെല്ലാം മിക്സ്ഡാണ്. വയനാടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർഫാൾ ഉണ്ട്, പിന്നെ എല്ലാം ഈസി ടു ആക്സസ്. ചെറിയ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ പറ്റും. കുറെ ദൂരം പോകേണ്ട ആവശ്യമില്ല. അതെ. നമ്മുടെ വിനോദ്ജി ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ കൊണ്ടുവന്നത്. ഇവിടെ ഈ പൂവുണ്ട്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണല്ലോ. ഇതെന്താ സംഭവം ഷഫീഖ? സംഭവം രസമുണ്ടല്ലോ. അപ്പം എന്തായാലും ചായ കുടിച്ച് നോക്കല്ലേ. വയനാട്ടിൽ വന്നിട്ട് നമ്മൾ നാടൻ സ്റ്റൈലിൽ ചായ പാലൊക്കെ ഒഴിച്ച് അടിച്ചിട്ട് ഫൈനലി നമ്മുടെ പൊന്മുടി ട്രക്കിങ് കഴിഞ്ഞ് എടക്കൽ ഹെർമിറ്റേജ് എന്ന് പറയുന്ന നമ്മുടെ ഇന്നലെ രാത്രി താമസിച്ച ഈ ഒരു പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞല്ലോ. എന്തായാലും വീഡിയോ ഇഷ്ടമായി കാണുന്നു പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ വിനോദ്ജി ഒക്കെ അവിടെ ഉണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു പോയിരുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ റിസോർട്ടിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യണം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.